ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്കാണ് കേരളം കടക്കുന്നത്. ഇനിയൊരു ദിവസം മാത്രമാണ് മുന്നിലുള്ളത്. നാളത്തെ വൈകുന്നേരത്തോടെ പരസ്യ പ്രചരണത്തിന് അവസാനമാകും. ഇതിനിടെ പഴുതുകളടച്ചുള്ള പ്രചരണത്തിലേക്ക് നീങ്ങുകയാണ് മുന്നണികൾ. ഇടതുമുന്നണിയും വലതുമുന്നണിയും കേരളത്തിൽ ഒരുപോലെ പ്രതീക്ഷയിലാണ്. മലബാറിലെ ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ടാണ് ഇക്കുറി ഇടതുമുന്നണിയുടെ പ്രവർത്തനങ്ങൾ. 2019 19 കടന്ന് 20 ഉറപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF. അതേസമയം 2004 18 സീറ്റ് നേട്ടം കൈവരിക്കണമെന്ന മോഹമാണ് CPM-നും. 10 സീറ്റിൽ വരെ വിജയിക്കാമെന്നാണ് CPM-ന്റെ ആത്മവിശ്വാസം. അഭിപ്രായ സർവേകളിൽ വോട്ട് വിഹിതം കൂടുമെന്ന് പ്രവചിച്ചതിനാലാണ് NDA-യുടെ പ്രതീക്ഷ. LDF-ന്റെ 2004 സ്വപ്നം അസ്ഥാനത്താണെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ ആന്റണി സർക്കാരിനെ ബാധിക്കും വിധം വഷളായതിനെതിരെയുള്ള ജനവികാരമാണ് ആ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചത്. ഭരണത്തിനെതിരെ വികാരമുയർന്നാൽ ഇന്ന് ബാധിക്കുക LDF-നെയാകും. സ്ഥാനാർത്ഥി നിർണയം തൊട്ട് പ്രചരണം വരെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിൽ അപസ്വരങ്ങൾ ഉയരാത്ത തെരഞ്ഞെടുപ്പാണിതെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കൊടുമ്പിരി കൊണ്ട പ്രചരണത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ. ഇനി കൊട്ടിക്കലാശം ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികളെല്ലാം. ഇന്നും നാളെയുമായി സ്ഥാനാർത്ഥികളുടെ അവസാനവട്ട മണ്ഡല പര്യടനങ്ങൾ നടക്കും. ദേശീയ നേതാക്കളും പലയിടങ്ങളിലായി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നാളെ വൈകിട്ട് 6 വരെയാണ് പരസ്യ പ്രചരണത്തിനുള്ള സമയം. വ്യാഴാഴ്ച നിശബ്ദ പ്രചരണമാണ്. വെള്ളിയാഴ്ച കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. കേരള സർക്കാരുകൾക്കെതിരെയുള്ള വികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF. ഘടകകക്ഷികളുടെ 4 സീറ്റും ഉറപ്പിച്ചു കഴിഞ്ഞെന്നാണ് വിശ്വാസം. കോൺഗ്രസ് മത്സരിക്കുന്ന ബാക്കി 16 സീറ്റിൽ വടകര, ആലത്തൂർ, തൃശൂർ, കണ്ണൂർ, മാവേലിക്കര, ആറ്റിങ്ങൽ സീറ്റുകളിൽ ആദ്യഘട്ടത്തിൽ നല്ല മത്സരം കണക്കുകൂട്ടിയെങ്കിലും അവസാന ഘട്ടത്തിൽ മേൽക്കൈയുണ്ടെന്ന് വിലയിരുത്തലുണ്ട്. അതേസമയം മുന്നണി സ്ഥാനാർത്ഥികളിൽ ആര് ജയിച്ചാലും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായതിനാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തുടർച്ചയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏത് സാഹചര്യത്തിലും 5 സീറ്റ് ഉറപ്പിക്കുന്നുമുണ്ട്. ആലത്തൂർ, പാലക്കാട്, വടകര, കാസർഗോഡ്, തൃശൂർ എന്നിവയാണ് ആദ്യ പട്ടികയിൽ. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്തും തൃശൂരിലും അട്ടിമറി അസാധ്യമല്ലെന്നാണ് BJP-യുടെ കണക്കുകൂട്ടൽ. ആറ്റിങ്ങൽ, പാലക്കാട്, ആലപ്പുഴ, കാസർഗോഡ് എന്നീ മണ്ഡലങ്ങളിലും നല്ല പോരാട്ടം നടത്താമെന്നാണ് പ്രതീക്ഷ. കേരളത്തിനൊപ്പം 2ാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ബൂത്തിലെത്തുന്നത് 13 സംസ്ഥാനങ്ങളിൽ നിന്നായി 88 മണ്ഡലങ്ങളാണ്. കർണാടകയിലെ 14, രാജസ്ഥാനിലെ 13 മണ്ഡലങ്ങളിലും ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്. കലാപബാധിത മേഖലയായ ഔട്ടർ മണിപ്പൂരിലെ ശേഷിക്കുന്ന ബൂത്തുകളിലും ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഒപ്പം UP, മഹാരാഷ്ട്ര, അസം, ബീഹാർ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ത്രിപുര, ബംഗാൾ, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നെല്ലാമുള്ള മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് 26 നടക്കും. നാളെ ഛത്തീസ്ഗഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചരണം നടത്തും. ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് വിശ്രമത്തിലായ രാഹുൽ ഗാന്ധി എന്ന് പ്രചരണം വീണ്ടും തുടങ്ങുമെന്ന് കോൺഗ്രസ് അറിയിച്ചിട്ടില്ല.